ഹായ്, ഞാൻ ഡോക്ടർ ധന്യ കൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പെരഡോണ്ടിസ്റ്റ്. വെൽക്കം ടു സ്മൈൽ മാറ്റേഴ്സ്. കുറച്ചധികം നാളായി എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. എനിക്കൊരു ബേബി ഉണ്ടായി, അപ്പോൾ ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട് ഫോൺ വിളിച്ച് ഓരോ ഡൗട്ട്സ് ചോദിക്കുമായിരുന്നു. അപ്പം മെയിനായിട്ട് ഞാൻ നോക്കിയപ്പോൾ മൗത്ത് ക്യാൻസറിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസിൽ നിന്നാണ് അവർക്ക് ഡൗട്ട്സ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വെച്ച് ഇവരുടെ ഇതുവരെ എന്നോട് ഇതുപോലെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് വെച്ചിട്ട് ഞാൻ പ്രധാനമായിട്ടും കുറേ പേര് സെയിം ആയിട്ടുള്ള ഡൗട്ട്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയോ എന്നെ വിളിക്കുകയോ ചോദിക്കുക. നമുക്കതിനെക്കുറിച്ച് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മെയിൻ ഒരു സംശയം എന്ന് പറയുന്നത് വായിൽ അടിക്കടി ഉണ്ടാകുന്ന അൾസേഴ്സ്, അതായത് ഒരു 2 വീക്സ് കഴിഞ്ഞ് ഹീൽ ചെയ്തു, പിന്നെയും 1 മാസം 2 മാസം കഴിയുമ്പോൾ അവിടെ തന്നെ അൾസർ വരികയോ അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് സൈഡ്സിൽ വേറെ പൊസിഷനിൽ അൾസർ വരുന്നത്, മെയിൻലി വായ്ക്കകത്ത് ടങ്ങിലും ചീക്ക് ഏരിയയിലൊക്കെ വരുന്നത് ക്യാൻസർ ആണോ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴാണ് ക്യാൻസർ ആവുന്നത്? ഒന്ന് ഭയക്കേണ്ടത്, ഡോക്ടറിനെ കാണേണ്ടത്, ഇതാണ് മിക്കവരും എന്നോട് വിളിച്ച് ചോദിച്ചത്. ഇതിനുള്ള മെഡിസിൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൾസർ എവിടെയൊക്കെയാണ് വരുന്നത്. നമ്മുടെ നാക്കിൽ, ടങ്ങിൽ വരാം, ചീക്കിൽ വരാം, പാലറ്റ് എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ വരാം, ലിപ്സിൽ വരാം. ഇവിടെയൊക്കെയാണ് അൾസർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയ അൾസേഴ്സ് കുഞ്ഞു ഒത്തിരി നമ്പേഴ്സായിട്ട് മൾട്ടിപ്പിൾ നമ്പേഴ്സിൽ കുഞ്ഞ് അൾസേഴ്സ് ഒന്നിച്ച് വരുന്നത് ചിലർക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ നോർമൽ അൾസേഴ്സ് എന്ന് പറയുന്നത് ഒരു റെഡ് ആയിട്ട് എങ്ങനെ ആയിരിക്കുന്നത്, ചിലത് വൈറ്റ് ആയിട്ടിരിക്കാം, ചിലത് ചുറ്റും റെഡായിട്ടിരിക്കാം, ചിലത് ഇന്ന് ചെറുതായിട്ട് പസ് വരാം. അപ്പോൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, വായ്ക്കകത്ത് കഴിക്കുമ്പോൾ ഒരു സോർനെസ്, അതായത് ഒരു പെയിൻ പോലെ വരാം. ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എരിയുള്ളത് ഹോട്ടായിട്ടുള്ള ഫുഡ്സ്, അതുപോലെ സ്പൈസി ഫുഡ്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതാണ് മെയിൻ സിംറ്റംസ്. അപ്പം ഈ അൾസേഴ്സ് നോർമലി 1 to 2 വീക്സ് കഴിയുമ്പോൾ ഹീലാവും. പക്ഷേ ചിലർക്ക് ഹീലായി കഴിഞ്ഞ് പിന്നെയും അതേ പൊസിഷനിൽ വേറെ പൊസിഷൻസിലൊക്കെ വരും. അപ്പോൾ അതാണ് അവരെ ഈ ഭയപ്പെടുന്നത്. അപ്പം നമ്മൾ അൾസർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അവരോട് തന്നെ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾ അതിന് മുമ്പ് നമുക്ക് മെയിനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ്, നല്ല സിവിയർ ടെമ്പറേച്ചറുള്ള ഇൻഫെക്ഷൻസ് വന്നോ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ, വായിൽ പൂപ്പൽ ബാധയുണ്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, മുഖത്ത് നമുക്ക് അറിയാമല്ലോ വെള്ളപ്പാടുകൾ പോലെ ബാക്കി ദേഹത്തൊക്കെ വന്നിട്ടുണ്ടോ, ശരീരത്തിലുണ്ടോ, അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയോ, എന്തെങ്കിലും പുതിയ പേസ്റ്റാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ചേഞ്ച് വന്നോ. അങ്ങനെയാണെങ്കിൽ ചിലർക്ക് അലർജി കൊണ്ടുവരാം. എന്തിൻ്റെയെങ്കിലും നമ്മൾ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ അലർജിക് റിയാക്ഷനായിട്ടും ചിലപ്പം വായിൽ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് കൊണ്ട് ടൂത്ത് ബ്രഷ് ചെയ്തപ്പോൾ എവിടെയെങ്കിലും കുത്തിയിട്ടാണോ, അല്ലെങ്കിൽ പല്ലിൻ്റെ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള അറ്റങ്ങൾ എവിടെയെങ്കിലും തട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആണോ, ഇതൊക്കെയാണ് കോസസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇതെന്താണ് 2 വീക്സ് കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ശരിയാക്കി കഴിയുമ്പോൾ തന്നെ അത് മാറും. അതുപോലെ ലേഡീസ് ആണെങ്കിൽ ഹോർമോണൽ ചേഞ്ച് വരുന്ന സമയത്ത്, പ്രഗ്നൻസി സമയത്തൊക്കെ അൾസർ വരാൻ നല്ല സാധ്യതയാണ്. ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് കൂടിയിട്ട് നമുക്ക് ഉറക്കമില്ലാണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ അൾസർ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞു, കുറേ നാളത്തേക്ക് വരുന്നില്ല, പിന്നെയും അതേ സൈറ്റിലോ അല്ലെങ്കിൽ വേറെ സൈറ്റിലോ വരുന്നു. അപ്പോൾ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? എന്തായാലും അതൊന്നും ഒരിക്കലും ക്യാൻസറിൻ്റെ സിംറ്റംസ് ആവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഹീലാവാതെ, ഞാൻ ക്യാൻസറിൻ്റെ വീഡിയോ പറഞ്ഞായിരുന്നു, ഹീലാവാതെ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് ഹീലാവാതെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ക്യാൻസറിനെ സസ്പെക്റ്റ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ഹീലായിട്ട് പിന്നെയും വരുന്നത് എന്തായാലും വേറെ എന്തെങ്കിലും ഒരു കോസ് നമ്മുടെ ബോഡിയിൽ കാണാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ മിക്കവർക്കും സ്ട്രെസ്സുണ്ട്, അവരുടെ വർക്കിലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ഹോർമോണൽ ചേഞ്ചോ, അതൊക്കെയാണ് മെയിൻ ഇഷ്യൂസായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നോർമൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ തൽക്കാലത്തേക്ക്
അത് ഹീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മൾ മെയിനായിട്ട് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലിമെൻ്റ് എടുക്കണം. അതുപോലെ ടൂത്ത് ബ്രഷിങ് ട്രോമ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ആ സ്ഥലത്ത് വീണ്ടും ഇറിറ്റേഷൻ വരാതെ നോക്കണം. ഹോട്ട് സ്പൈസി ഫുഡ്സൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തൈരൊക്കെ ആ ഏരിയയിൽ അപ്ലൈ ചെയ്താൽ കൂടുതലൊരു തണുപ്പ് കിട്ടും, പെട്ടെന്ന് ഹീലാവും. പിന്നെ എന്താണ്, നമ്മൾ ഫുഡ് ഡെബ്രിസ് ഒന്നും അതിനകത്ത് കയറാതിരിക്കാനായിട്ട് ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക, നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ വേറെ സ്മോക്കിങ്ങോ വല്ല ഹാബിറ്റ്സോ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. 1-2 ആഴ്ചത്തേക്ക് പിന്നെ ഹീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജെല്ലൊക്കെ തേക്കാവുന്നതാണ്, തൽക്കാലത്തേക്ക് ഹീലാവുന്നവരെ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് അത് മാറുന്നില്ല, 3 വീക്സിനകം നമുക്ക് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.